ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോ. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് നവംബർ 1 മുതൽ കേരളത്തിൽ റവന്യൂ കാർഡ് ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ വില്ലേജുകളിലും നവംബർ 1 മുതൽ റവന്യൂ കാർഡ് ലഭ്യമാക്കും. QR കോഡ് ഘടിപ്പിച്ച 10 അക്ക നമ്പറുള്ള കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഭൂമിയുടെ വിവരങ്ങൾ, കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്രീയവും സുതാര്യവുമാക്കി ഭൂരേഖ പ്രക്രിയയെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളുടെയും ഓരോ കൈവശ ഭൂമിയും നേരിട്ട് അളന്നും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ചും മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുകയാണ്. സർവേ ഭൂരേഖ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യമായ രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് സർവേ നടത്തുന്നത്. ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി റവന്യൂ രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകൾ സംയുക്തമായി എൻ്റെ ഭൂമി സംയോജിത സർക്കാർ പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ സജീവമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികമായി രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിപുലമായ പ്രചാരണങ്ങളിലൂടെയും പൊതുജനങ്ങളെ മുൻകൂട്ടി ബോധവൽക്കരിച്ചുമാണ് ഓരോ പ്രദേശത്തും സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട്. അതിനാൽ തന്നെ സർവേ നടപടികൾക്ക് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വില്ലേജിന്റെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ സർവേ നടപടികൾക്ക് തുടക്കമാകുന്നതാണ്. ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാർഡ് തലത്തിൽ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് നടപടിക്രമങ്ങൾ വിശദീകരിക്കും. സർക്കാർ ഭൂമികൾ പുനർനിർണയിച്ച് നിലനിർത്തും. പിന്നീട് ഭൂ ഉടമസ്ഥന്റെ പേര്, ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച് ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് പ്രധാനപ്പെട്ട ഘട്ടം. ഭൂമിയുടെ വിസ്തീർണം അളക്കൽ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂ ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തും. ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖയുമായി ബന്ധിപ്പിക്കും. സർവേ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതുപരിശോധനയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കും. ഇനി ഇതിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനുള്ള സംവിധാനവും സർവേ നടപടിയുടെ ഭാഗമാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കും. വാർഡ് തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കും. സർവേ പൂർത്തിയാക്കിയ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി അതിരടയാള നിയമപ്രകാരം സെക്ഷൻ 9:2 പ്രസിദ്ധീകരിച്ച ശേഷം 1 മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ പ്രദർശിപ്പിക്കും. പൊതുജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ച് തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. സർവേ റെക്കോർഡുകളിൽ അപാകത ഉണ്ടെങ്കിൽ പോർട്ടൽ മുഖേന അറിയിക്കാം. ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പിൽക്കാലത്ത് കണ്ടെത്തുന്ന അപാകതകൾ പരിഹരിക്കാൻ വരുന്ന കൂടുതൽ സമയവും പരിശ്രമവും വേണ്ടിവരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പരാതി പരിഹാര സമയത്തിന് പിന്നാലെ സെക്ഷൻ 13 പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർവേ നടപടി പ്രകാരം പൂർത്തിയാക്കുകയും റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിന്റെ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുന്നു. ഭൂ ഉടമകൾ സർവേ സഭയിലും മറ്റു യോഗങ്ങളിലും പങ്കെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. പോർട്ടൽ പരിശോധിച്ച് സ്വന്തം ഭൂമി വിവരങ്ങൾ റവന്യൂ രേഖകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാകും. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുകയും സർവേ ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അതിർത്തിയിൽ വ്യക്തമായ അടയാളങ്ങളില്ലാത്ത പക്ഷം സർവേ തീയതിക്ക് മുമ്പായി അവ സ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക. സർവേ സമയത്ത് ഭൂ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ പകരം ഒരാളെ ചുമതലപ്പെടുത്തുകയും മതിയായ രേഖകൾക്കായി കത്ത് നൽകുകയും ചെയ്യുക. സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ, അതായത് വിസ്തീർണം, ഉടമസ്ഥന്റെ പേര് തുടങ്ങിയവ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക.
ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പറിൽ വരുന്ന വെരിഫിക്കേഷൻ കോഡ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ്. എന്റെ ഭൂമി പോർട്ടൽ മുഖേന സേവനം ലഭ്യമാകുന്നതിന് ഭൂ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കണമെന്നുള്ളത് ഉറപ്പാക്കണം. എല്ലാം കഴിഞ്ഞ് സർവേ പൂർത്തിയായ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അവ പരിശോധിച്ച് തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരും പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.